ഹലോ ഗായ്സ്, ഇന്നത്തെ ഞങ്ങളുടെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ കോളേജിൽ ഫുഡ് ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പോൾ ഫുഡ് ഫെസ്റ്റിൻ്റെ പേരെന്താ? ഡെലീഷ്യ ഫുഡ് ഫെസ്റ്റിവൽ. അപ്പോൾ ഫുഡ് ഫെസ്റ്റ് നടക്കുകയാണ്. കുറേ പേര് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലും ഡിഫറെൻറ്റ് ടേസ്റ്റൊക്കെ അറിയാൻ പറ്റും. നമുക്ക് കുറേ വ്യത്യസ്തമായിട്ടുള്ള ടൈപ്പിലുള്ള ഫുഡൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. അതേപോലെ കുറേ സ്റ്റാളുണ്ട്. ഒരു 7-8 സ്റ്റാളോളം നമ്മുടെ കോളേജിൽ ഇന്നുണ്ട്. അത് മാത്രമല്ല, ഇന്ന് നമ്മുടെ ഈ ഫുഡ് ഫെസ്റ്റിന് ഒരു സ്പെഷ്യലും കൂടി ഉണ്ട്. നമ്മുടെ ഒരു കോളേജിൽ ഒരു ടൂറിസം ക്ലബ്ബ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും കൂടി കുറേ വെറൈറ്റി കൺട്രീസിൻ്റെ ഫുഡ് ഇന്ന് നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ എല്ലാവരും നമുക്ക് വഴിയെ പരിചയപ്പെടാം. എല്ലാവരും അവരവരുടെ സ്റ്റാളിൽ അവരുടെ എന്താ പറയുക എല്ലാ ഐറ്റംസൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഇതാണ് ഇന്ന് നമ്മുടെ കോളേജിൽ ഇട്ടിട്ടുള്ള മൊത്തം സ്റ്റാളുകൾ. മൊത്തം ഇവിടെ 11 സ്റ്റാളാണ് ഫുഡ് ഫെസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കോളേജിൽ ഇങ്ങനെ വന്നിട്ട് ഇതാണ് ഫസ്റ്റ് സ്റ്റോൾ വരുന്നത്. അതിന്റെ പ്രിപ്പറേഷനിലാണ്. പക്ഷെ എല്ലാ സ്റ്റോളിലും കുറെ ഫുഡൊക്കെ വെച്ചിട്ടുണ്ട്. ഈ സ്റ്റോളിലൊന്നും നമ്മളൊന്നും കാണാനില്ല. അതിന് എന്താവുന്നല്ല, നമുക്ക് വേണമെങ്കിൽ അവരുടെ ഒപ്പീനിയൻ ചോദിക്കാം. അവർക്ക് ഫസ്റ്റ് കിട്ടുമെന്ന് ഇവിടെ ഒന്നും ഫുഡൊന്നും ആയില്ലല്ലോ. എല്ലാവരും ഫുഡ് ഫെസ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ തയ്യാറായി കൊണ്ടിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ ഇനോഗ്രേഷൻ തുടങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇനോഗ്രേഷന് വേണ്ടിയിട്ടുള്ള എല്ലാതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഫുഡ് ഫെസ്റ്റ് തുടങ്ങാൻ പോവാണ്. അപ്പൊ നമുക്ക് അതിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം ചോദിക്കാം. എന്തായാലും ഫുഡ് ഫെസ്റ്റ് തുടങ്ങിയിട്ടില്ല. ഞങ്ങള് ഈ ഫുഡ് ഫെസ്റ്റ് ലാസ്റ്റത്തെ കൗണ്ടറി ഫുഡ് ഫെസ്റ്റ് ഞങ്ങളാണ് കൊണ്ടുപോകാനുള്ള പ്ലാനിലാണ്. ഞങ്ങളുടെ കടയിലേക്ക് വേണമെങ്കിൽ പോരി ഞങ്ങളൊരു സ്പെഷ്യൽ സാധനം അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് വേണ്ടത്, ആർക്കെങ്കിലും ആവശ്യമുള്ളവരൊക്കെ ഞങ്ങൾ ഫുഡ് ഫെസ്റ്റിക്ക് വരാം, കാണാം. ബൈ. ഇപ്പം അവരെന്തായാലും ഭയങ്കര കോൺഫിഡൻസിലാണ്. ഇതിപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റാളിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു ഒപ്പീനിയനാണ് നമ്മൾ കേട്ടത്. അപ്പം എന്തായാലും നമുക്ക് കണ്ടറിയാം എങ്ങനെയായിരിക്കും. ഇന്നത്തെ നമ്മുടെ ഫുഡ് ഫെസ്റ്റിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഇനോഗ്രേഷനാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കോളേജിൽ നിന്ന് ഇൻ്റർ സോണിലേക്ക് പോയിട്ടുള്ള കുട്ടികളെയും ഇവിടെ അനുമോദിക്കുന്നുണ്ട് ഈ ചടങ്ങിൽ. ഇവിടെ ഇപ്പോൾ ജഡ്ജസ് ഓരോ ഫുഡ് സ്റ്റാളും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ജഡ്ജ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജഡ്ജസ് എല്ലാ സ്റ്റോളത്തെയും ഫുഡ് ഐറ്റംസ് ഒക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഇവിടെ ഇപ്പോൾ ആകെ 11 സ്റ്റോൾസ് ആണുള്ളത്. ടൂറിസ്റ്റ് ക്ലബ്ബ് കൂടെ കൂട്ടിയിട്ടാണ് ഈ 11 എന്ന് പറയുന്നത്. ജഡ്ജസ് ഈ സ്റ്റാൾ മൊത്തം ജഡ്ജ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കുട്ടികൾക്കും ടീച്ചേഴ്സിനൊക്കെ നമുക്ക് അവർ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാ സ്റ്റാളത്തെയും ഐറ്റംസൊക്കെ കാണാം. ഇതാണ് സ്റ്റോൾ നമ്പർ 1, BSc കാരുടെയാണ്. അപ്പോൾ ഈ കടയുടെ പേരെന്ന് പറയുന്നത് കുമാരേട്ടൻ്റെ കുലുക്കി തക്കതി. ഇതാണ് സ്റ്റോൾ നമ്പർ 2, ടൂറിസ്റ്റ് ക്ലബിൻ്റെ ആണ്. ഇന്നത്തെ ഫുഡ് ഫെസ്റ്റ് ഒരു വ്യത്യസ്തമായ രീതിയിൽ സംഘടിപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ കോളേജിന്റെ ED ക്ലബും കൊമേഴ്സ് അസോസിയേഷനും സംയുക്തമായിട്ട് നടത്തിയൊരു പ്രോഗ്രാമാണല്ലോ. അത് ഫുഡിനെ പരിചയപ്പെടുക, വ്യത്യസ്ത രീതിയിലുള്ള ഫുഡുകളും അതിന്റെ ടേസ്റ്റും പരിചയപ്പെടുക എന്നതിലുപരിയായി അതിനൊരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു ബിസിനസ് രീതിയിൽ കാണുവാനുള്ള ഒരു അവസരം കൂടി കുട്ടികൾക്ക് അവസരം ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. അത് എല്ലാം കൊണ്ടും പ്രശംസനീയമായ ഒരു കാര്യം. ഇതാണ് സ്റ്റോൾ നമ്പർ 3. ഇത് ബികോം ആണ് ക്ലാസ്. ഇതിന്റെ പേര് വന്നത് ഇത് സ്റ്റോൾ നമ്പർ 4 ആണ്. C6 ആണ് ക്ലാസ്. ഇതിന്റെ പേര് നമുക്ക് ഇവിടെ HOD ആയിട്ടുള്ള സൂര്യ മിസ്സിൻ്റെ എന്താണ് ഫുഡ് ഫെസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം ചോദിക്കാം. മൊത്തം ഫുഡ് ഫെസ്റ്റിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം. ഫുഡ് ഫെസ്റ്റിന് നല്ല അഭിപ്രായം നന്നായിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്റ്റാളുകളാണെങ്കിലും
ശ്യാമിനി എങ്ങനെയുണ്ട്? ആക്ച്വലി എന്താ പറയാ, മൊത്തത്തിൽ നല്ലതാണ്. ആർക്കാ കിട്ടുക എന്ന് പറയാൻ പറ്റില്ല, കാരണം അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉണ്ട്, നല്ല ഫുഡ് ഐറ്റംസ് എല്ലാ സ്റ്റോളിലും കാണുന്നുണ്ട്. നോക്കാം എന്തായാലും. ഇവിടുത്തെ വെറൈറ്റി ഫുഡ് ഏതാ? വെറൈറ്റി ഫുഡ് ഐറ്റം ഏതാ? ഇതിന്റെ പേര് എന്താ അറിയോ, മത്തങ്ങ പായസമാണ്. മത്തങ്ങ പായസം ഈ സ്റ്റോളിലെ സ്പെഷ്യൽ ഐറ്റം മദർലാൻഡ് മസാല സോഡയാണ്. ഇനി നമുക്ക് ഇവരുടെ അഭിപ്രായം ചോദിക്കാറേ. അടിപൊളി, നല്ല അഭിപ്രായമാണ്. കുട്ടികളൊക്കെ നല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് കഴിക്കുന്നവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു. അപ്പൊ ഗായ്സ്, നമ്മുടെ ഫുഡ് ഫെസ്റ്റ് ഇവിടെ ഏകദേശം അവസാനിക്കാനായിരിക്കുകയാണ്. നല്ല രസമായിരുന്നു. എല്ലാവരും നടന്ന് തിന്ന് ക്ഷീണിച്ചിരിക്കുകയാണ്. ഓരോരുത്തരൊക്കെ അവരൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോഴും ഇനിയിപ്പോൾ ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട്. നമ്മുടെ സ്റ്റുഡൻസ് യൂണിയൻ, ലഹർ സ്റ്റുഡൻസ് യൂണിയൻ നടത്തുന്ന ഒരു ഗിറ്റാറിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ ആ പരിപാടി ഇപ്പോൾ തുടങ്ങും. അപ്പോൾ നമ്മൾ അതും കൂടി വെച്ചിട്ട് കാണിച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ ഫുഡ് ഫെസ്റ്റിനെ പറ്റി എന്തെങ്കിലും പോരായിരുന്നോ? എന്തെങ്കിലും നല്ല രസമായിരുന്നു. ഞങ്ങൾ പക്ഷെ സ്റ്റാൾ ഇട്ടിട്ടില്ല. പക്ഷെ നമ്മൾ സ്റ്റാൾ ഇടുകയാണെങ്കിൽ ഇപ്പൊ ഒക്കെ അവര് എന്താ പറയാ, ശരിക്കും നമ്മൾ ഷോപ്പിലൊക്കെ നിന്നിട്ട് ഓരോ സാധനങ്ങൾ വിൽക്കുക. അപ്പോൾ ഒരു ബിസിനസ് മൈൻഡ് അവർക്ക് ഉണ്ടാവും. അപ്പോൾ നല്ല രസമായിരുന്നു. എന്തായാലും നല്ല പരിപാടിയാണ്. കുറെ ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞ പോലെ വെറൈറ്റി ഫുഡ്സ് ഒക്കെ കഴിക്കാൻ പറ്റി. എന്തായാലും അടിപൊളിയായിരുന്നു. കുറച്ച് പാർട്സലും മേടിച്ചിട്ടുണ്ട്. വീട്ടിൽ എല്ലാവരും കഴിക്കട്ടെ. അപ്പോൾ ഇനി എന്തായാലും ഈ ഒരു ഗിറ്റാറും കൂടി കണ്ടിട്ട് ഞങ്ങളിത് വൈൻഡ് അപ്പ് ചെയ്യും. അപ്പോൾ ബൈ.